വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ജമന്തി പൂക്കൾ ചാനലിൽ ഇന്നത്തെ വിശേഷം ഇലച്ചെടികളെക്കുറിച്ചാണ്. നമ്മൾ നിറയെ പൂക്കളുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രമാണ് ഇലച്ചെടികൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഇലച്ചെടികളുടെ വിശേഷം പറഞ്ഞു തരുമോ, കുറച്ച് ഇലച്ചെടികൾ കാണിക്കുമോ എൻ്റെ ഗാർഡനിൽ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഇലച്ചെടികൾ കാണിച്ചു തരികയും ഇലച്ചെടികളെ കൊണ്ടുള്ള ഗുണങ്ങളും അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും ഫെർട്ടിലൈസറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ. നമുക്ക് ഇലച്ചെടികൾക്ക് എപ്പോഴും ഒരു ആസ്തറ്റിക് ലുക്കാണല്ലേ. നമ്മുടെ ഒരു ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ആസ്തറ്റിക് ലുക്ക് ആ ഒരു ഏരിയക്ക് വരികയും നമുക്ക് ഫ്രഷ് എയർ, നല്ല രീതിയിലുള്ള ശുദ്ധവായു നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട്ടിലുള്ള ഒരു നെഗറ്റിവിറ്റീനെയും പൊടിയൊക്കെ പ്ലാന്റ്സ് അങ്ങ് എടുത്തിട്ട് നമ്മുടെ വീട് മൊത്തം ഫ്രഷ് എയറാക്കി മാറ്റുകയും ചെയ്യും. പിന്നെ നമ്മുടെ മൂഡൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ നല്ല കഴിവാണ് ലീഫ് പ്ലാന്റ്സിന്. എന്താണെന്ന് വെച്ചാൽ ചെടികൾ എപ്പോഴും നല്ലൊരു ഫീൽ ഗുഡാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സായിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പ്ലാന്റ്സിന് വളരെ കഴിവുണ്ട്. അപ്പോൾ ലീഫ് പ്ലാന്റ്സിന് എപ്പോഴും ഒരു ഫീൽ ഗുഡ് ആക്കാനുള്ള നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് തന്നെ, പ്രത്യേകിച്ച് ലീഫ് പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ വീടിന് എപ്പോഴും വേണ്ടത് നല്ലൊരു വായുവാണ്. അപ്പം നമുക്ക് ശുദ്ധവായു നമ്മുടെ വീട്ടിൽ നിറയ്ക്കാൻ നല്ല രീതിയിൽ സാധിക്കും. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഇൻഡോറൊക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമിഡിറ്റി ഒന്ന് നിലനിർത്തി ഒരു ബാലൻസ്ഡ് ഇതായിട്ട് നിൽക്കാനും നല്ല ഹെൽപ്പാണ്. നമ്മൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കുറയും. മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ ഹാപ്പിനെസ് കൊണ്ടുവരാനും, ഇപ്പം നമ്മൾ നല്ല തലവേദനയിൽ ഇരിക്കുകയാണെങ്കിൽ തലവേദന ഒന്ന് കുറയ്ക്കാനും മെൻ്റലി നല്ല ഒരു ഫീൽ ഗുഡ് ആക്കാൻ എപ്പോഴും ലീഫ് പ്ലാന്റ്സിന് നല്ലൊരു കഴിവാണ്. അതിൽ തന്നെ നമുക്ക് പല ടൈപ്സിൽ നമ്മുടെ പ്ലാന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ്, അത് ഔട്ട്ഡോറായിട്ടും വെക്കുക എന്നിരുന്നാൽ പോലും ഇൻഡോറായിട്ട് വെച്ചാൽ നല്ല ഭംഗിയുള്ള കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇൻഡോറിനായിട്ടുള്ള ഇപ്പോൾ സെറ്റ് പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ്സൊക്കെ അങ്ങനെ വരുന്ന പ്ലാന്റ്സാണ്. പിന്നെ നമുക്ക് ലോ ലൈറ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്ത് വെക്കാനായിട്ട് വരുന്ന കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട്. അതിന് ചെറിയ സൂര്യപ്രകാശം മതി. ഇനി ഒട്ടും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വളർന്നു വരുന്ന, ഇപ്പോൾ മണി പ്ലാന്റ് പോലെയുള്ള ചെടികൾ ഒട്ടും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഉഷാറായിരിക്കുന്ന ഒരു പ്ലാന്റ്സാണ് ലോ ലൈറ്റ് പ്ലാന്റ്സ്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലും പ്രശ്നമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അത് നമുക്ക് പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് കളർഫുൾ പ്ലാന്റ്സ് ഉണ്ട്, അഗ്ലോണിമ പോലെയുള്ള പ്ലാന്റ്സ്, ഫോളിയേജ് പ്ലാന്റ്സ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഷൈനിങ്ങും ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആസ്തറ്റിക് ലുക്കിലേക്ക് നമ്മുടെ റൂംസിനെ മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് ഫോളിയേജ് പ്ലാന്റ്സ്. അഗ്ലോണിമയൊക്കെ ആ ഒരു ടൈപ്സിൽ വരുന്ന പ്ലാന്റ്സാണ്. കലാത്തിയ, അഗ്ലോണിമയൊക്കെ ആ ഒരു ടൈപ്പിൽ വരുന്ന പ്ലാന്റ്സാണ്. പിന്നെ നമുക്ക് ലാർജ് ലീഫായിട്ടുള്ള പ്ലാന്റ്സ്, അത് മുന്നേ ഒന്നും ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പോൾ ലാർജ് ലീഫ് പ്ലാന്റ്സ് വളരെ പോപ്പുലറായി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്ലാന്റ്സാണ് ലീഫ് പ്ലാന്റ്സിൽ കുറച്ച് വരുന്നത്. ഇൻഡോർ ആയിട്ട് മാത്രം സെറ്റ് ചെയ്യുന്നത് ലോ ലൈറ്റ് പ്ലാന്റ്, ഡയറക്റ്റ് സൺലൈറ്റ് പറ്റുന്ന പ്ലാന്റ്സ്, ഫോളിയേജ് പ്ലാന്റ്സ്, ലാർജ് ലീഫ് പ്ലാന്റ്സ്. നമ്മൾ സാധാരണഗതിയിൽ ലീഫ് പ്ലാന്റ്സിൽ ഇത്തരം പ്ലാന്റ്സാണ് കാണുന്നത്. ഇനി നമുക്ക് ലീഫ് പ്ലാന്റ്സിന് എന്തായാലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണോ എന്ന് വെച്ചാൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമാണ് ലീവ്സ് നല്ല ഷൈനിങ് ആയിട്ടും ഗ്രോത്ത് ആയിട്ടും കാണുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നോ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു തവണ കൊടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും വളം വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ലിക്വിഡ് ഫെർട്ടിലൈസർ ചെയ്യുക. നമ്മുടെ വീട്ടിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ എന്തായാലും പച്ചക്കറിയുടെ പീൽസ് ഉണ്ടാവില്ല, തൊലികൾ, അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ വെള്ളം ഒരു 2-3 ദിവസം അവിടെ വയ്ക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു വളം തന്നെ ധാരാളമാണ് ലീഫ് പ്ലാന്റ്സിന്. ഇനി നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്സം സോൾട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലീഫ് പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിരിക്കാനും ഷൈനിങ്ങിലിരിക്കാനും എപ്സം സോൾട്ട് ഒരു സ്പൂണിന് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്
2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് തളിച്ചും കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് പച്ചക്കറിക്കും കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വിളവുണ്ടാവാൻ പച്ചക്കറിക്കും എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും ആദ്യം ഒന്ന് നനച്ചതിന് ശേഷമാണ് എന്ത് ഫെർട്ടിലൈസറും കൊടുക്കേണ്ടത്. പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ സൂര്യൻ ഒരുപാട് വെയിലുണ്ടാവരുത്, എന്ന് വെച്ചാൽ രാവിലെ ഇളം വെയിൽ സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു സമയത്താണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ അടുപ്പിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഫെർട്ടിലൈസർ കൊടുക്കുക. ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. അതല്ല നിങ്ങൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നാച്ചുറലായിട്ടോ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ലീഫ് പ്ലാന്റ്സിന് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഇനി പറയാം. നമ്മുടെ ഇലകൾ മഞ്ഞ കളറായി പോവുകയും ഓറഞ്ച് കളറാവുകയും അറ്റം കരിഞ്ഞു പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം അതിനുള്ള കാര്യം ചിലത് ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നത്. ഇപ്പോൾ അഗ്ലോനിമൊക്കെ മെയിനായിട്ടും ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. അപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല ലീവ്സിന്. അപ്പോൾ സൈഡ് കരിഞ്ഞു പോവുകയും മൊത്തം മഞ്ഞ കളറാവുകയും ചെയ്യാറുണ്ട്. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഓവർ വാട്ടറിങ്, ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈനേജ് ഹോള്, പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോള് കറക്റ്റ് അല്ലെങ്കിൽ വെള്ളം താഴേക്ക് പോവാതെ തങ്ങി നിന്ന് റൂട്ട് റോട്ട് എന്ന് പറഞ്ഞ പ്രശ്നം, വേര് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. പിന്നെ നമ്മുടെ നല്ല ചെടി മാത്രം ഇരിക്കേണ്ട പോട്ടിൽ നിറയെ പുതിയ കളകൾ വരാറുണ്ട്. ചെടിയുടെ വളം മുഴുവൻ ഇതിലേക്ക് ഈ കളകൾ വലിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികൾ ശരിയായ രീതിയിൽ വളരാതെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഓവർ വാട്ടറിങ് ആണ്. നിങ്ങൾ സോയിലൊന്ന് തൊട്ട് നോക്കിയിട്ട് വാട്ടർ വേണ്ട സമയത്ത് കൊടുക്കുക. നനവുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കൊടുത്താലും മതി. പക്ഷേ നനവില്ലെങ്കിൽ കൃത്യമായി വെള്ളം കൊടുക്കുക. പിന്നെ നമ്മൾ കളകളൊക്കെ പറിച്ച് കളയുക. പിന്നെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് ഫംഗണൽ പ്രശ്നങ്ങൾ ലീഫ് പ്ലാന്റ്സിന് മിക്ക പ്ലാന്റ്സിൻ്റെയും ലീവ്സ് വന്ന് നാശമാക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് നീം ഓയിൽ, ഒരു 5 ml നീം ഓയിലിലേക്ക് ഒരു 10 തുള്ളി ഡിഷ് വാഷ് ഒരു കപ്പിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഓരോ വട്ടം, ഇനി 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നീം ഓയിലൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് തളിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് റോസിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ലീഫ് പ്ലാന്റ്സിന് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ നമുക്ക് ഈ നാച്ചുറായിട്ടുള്ള നമ്മുടെ കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് ഇത് പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് 2-3 തരത്തിലാണ് പൊതുവേ ലീഫ് പ്ലാന്റ്സ് പിടിപ്പിക്കാൻ കഴിയുക. ഒന്ന് ഇലകൾ, ഇപ്പോൾ ബിഗോണിയ പോലെയുള്ള പ്ലാന്റ്സിന് ഒരൊറ്റ ഇല മതി നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊപ്പഗേഷൻ വരുന്നത് കട്ടിങ്സാണ്. നമ്മൾ നല്ലൊരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും നമുക്ക് അലോവേര പോലെയുള്ള റൂട്ടിംഗ് ഹോർമോണിൽ കുത്തി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ വാട്ടറിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു കട്ടിങ്സ് എടുത്തിട്ട് 2-3 ആഴ്ച വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോഴേക്ക് പുതിയ വേരുകളൊക്കെ വരും. പിന്നീട് നടുക. അതല്ലെങ്കിൽ നമുക്ക് വേരടക്കമുള്ള ഇത് സംഭവം മണ്ണിൽ നിന്ന് പൊരിച്ചെടുത്തിട്ട് നട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വരുന്നത്. പിന്നെ ഇത് നടുന്ന പോട്ടി മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു പോട്ടി മിക്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 1-2 മാസത്തേക്ക് പിന്നെ നമ്മൾ ഒരു വളം ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എപ്പോഴും മണ്ണിൽ എപ്പോഴും മണൽ മിക്സ് ചെയ്യും. കാരണം ഈ വെള്ളം ഒന്ന് താഴേക്ക് വേഗം വാർന്നു പോകാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മൾ നാച്ചുറായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൃഷി രീതിയും കാര്യങ്ങളുമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് ചാണകപ്പൊടിയാണ്. പിന്നെ ഇവിടെ കമ്പോസ്റ്റ് ഓൾറെഡി എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇടും. ഓൾമോസ്റ്റ് എല്ലാ ചെടിക്കും ഞാൻ ചകിരിച്ചോറ് ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് വരുന്നത്. ഇത് കൂടാതെ സ്പെഷ്യലായിട്ട് റോസിനൊക്കെയാണ്, ലീഫ് പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റ്സിൽ നടുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള പഴത്തിൻ്റെ തൊലിയും മുട്ടത്തോടും ഒക്കെ ഇല്ലേ, അത് നന്നായി ഉണക്കി പൊടിച്ച് വയ്ക്കാറുണ്ട്. അതും ഞാൻ പോട്ടി മിക്സിൽ ഇടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പോട്ടി മിക്സാണ്. നമുക്ക് 4-5 മാസത്തേക്ക് പിന്നെ ചെടിക്ക് വലിയ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോട്ടി മിക്സ് വരുന്നത്. നല്ല ഹെൽത്തി ആയിരിക്കാറുണ്ട് എൻ്റെ പ്ലാന്റ്സൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ നട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഷെയ്ഡിൽ വെക്കുക.
ഒരാഴ്ചയൊക്കെ ഒന്ന് സെറ്റാവാൻ വെച്ചതിന് ശേഷം ഇളം വെയിൽ കൊള്ളുന്ന പോലെയാണ് ലീഫ് പ്ലാന്റ്സ് എപ്പോഴും ഞാൻ നടാറുള്ളത്. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടറിങ് ശ്രദ്ധിക്കുക. ലീഫ് പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ നല്ല രീതിയിലുണ്ടാവും. ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ളപ്പോൾ ഒന്ന് സോയിൽ തൊട്ടേക്ക് വാട്ടറിങ് നോക്കുക. സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ചെടികൾ ലീഫ്സിന് ഡാമേജ് കൊടുക്കുന്നുണ്ടെന്ന് കണ്ടാൽ അങ്ങനെ എടുത്ത് വെക്കുക, മാറ്റി ഷെയ്ഡിലേക്ക് വെക്കുക. പിന്നെ നല്ലൊരു പൊട്ട് മിക്സ് ആണെങ്കിലും 1-2 മാസം കൂടുമ്പോൾ നമ്മളൊരു ലിക്വിഡ് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒരു വളം നിങ്ങൾക്ക് കയ്യിലുള്ള എന്തെങ്കിലും ഒരു വളം നിങ്ങൾക്ക് ഒരു വളം വാങ്ങിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഉള്ളിത്തോലൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് പൊടിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ലീഫ് പ്ലാന്റ്സ് എപ്പോഴും നമ്മുടെ വീടിനൊരു ആസ്തറ്റിക് ലുക്കാണ് തരുന്നത്. നമ്മുടെ വീടിൻ്റെ മൂഡ് ചേഞ്ച് ആക്കാനും ഒരു ഫ്രഷ് എയർ തരാനും പ്ലാന്റ്സ് എപ്പോഴും വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല പ്ലാന്റ്സൊക്കെ വെച്ച് നിങ്ങളുടെ വീട്ടിൽ പച്ചപ്പ് നിറയ്ക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.